ഇന്ന് നവംബർ 18 ഇന്നും നാളെയുമായിട്ടൊക്കെ OTT റിലീസുകളുണ്ട്. ലക്കി ഭാസ്കർ, അമരൻ, ബഗീര, കിഷ്കിന്ധകാണ്ഡം, തെക്ക് വടക്ക് സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ, ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ആസിഫ് അലി, വിജയരാഘവൻ, ജഗദീഷ്, അപർണ ബാലമുരളി, അശോകൻ, നിഷാൻ ഒക്കെ അഭിനയിക്കുന്ന ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ 75-77 കോടിയോളം കളക്ഷൻ നേടിയ 7 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന മികച്ച റെസ്പോൺസ് നേടിയ കിഷ്കിന്ധകാണ്ഡം എന്ന മിസ്റ്ററി ത്രില്ലർ ഡ്രാമ മലയാളം സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 19 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. തെക്ക് വടക്ക് എന്ന തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ സുരാജ് വെഞ്ഞാറമൂടും വിനായകനും ചേർന്ന് അഭിനയിക്കുന്ന അത്യാവശ്യം മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഈ കോമഡി സാറ്റയർ മലയാളം സിനിമയുടെ OTT റിലീസ് മനോരമ മാക്സിലൂടെ നവംബർ 19 നിന്നും നവംബർ 21 നീട്ടിവച്ചിട്ടുണ്ട്. സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈമിലും കൂടെ സിനിമ OTT റിലീസ് ചെയ്യുമെന്നും കൂടെ റിപ്പോർട്ടുണ്ട്. സിനിമാ നടൻ ധനുഷുമായിട്ട് ചില വിവാദങ്ങൾക്ക് കാരണമായ നയൻതാരയുടെ ഡോക്യുമെന്ററി സിനിമയാണ് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ. സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ വിജയിച്ച് 102 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ദുൽഖർ സൽമാൻ, മീനാക്ഷി ചൗധരി ചേർന്ന് അഭിനയിക്കുന്ന പീരിയോഡിക് സസ്പെൻസ് ക്രൈം ഡ്രാമ സിനിമയാണ് ലക്കി ഭാസ്കർ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഈ പാൻ ഇന്ത്യൻ തെലുങ്ക് സിനിമ നവംബർ 30 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിനിമ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ലഭ്യമാകുന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തമിഴ് HD പതിപ്പ് ഓവർസീസിലൂടെ റിലീസ് ചെയ്തെങ്കിലും ഇതുവരെ OTT റിലീസ് ചെയ്യാത്ത മികച്ച അഭിപ്രായങ്ങൾ നേടിയ 295 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ 120-200 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ശിവകാർത്തികേയൻ, സായി പല്ലവി ചേർന്ന് അഭിനയിക്കുന്ന അമരൻ എന്ന ആക്ഷൻ ബയോപിക് ആർമി തമിഴ് ചിത്രം ഡിസംബർ 5 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിലുള്ള റിപ്പോർട്ട്. കന്നഡയിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സൂപ്പർ ഹീറോ ആക്ഷൻ ചിത്രമാണ് ബഗീര. 25-35 കോടിയോളം കളക്ഷൻ നേടിയ 30 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ശ്രീ മുരളി നായകനാകുന്ന പ്രശാന്ത് നീൽ കഥ എഴുതിയ ഈ ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ മാസം തന്നെ OTT റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഡിസംബറിന്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. രാഹുൽ മാധവൻ, ജാഫർ ഇടുക്കി, രമേശ് കോട്ടയം ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന പാളയം PC എന്ന മലയാളം ത്രില്ലർ സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ സൈന പ്ലേ പുറത്തുവിട്ടിട്ടുണ്ട്. മധുരം, ജീവാമൃത ബിന്ദു എന്ന മലയാളം ആന്തോളജി സിനിമയുടെയും ഹാപ്പി ജേണി എന്ന പുതിയ മലയാളം സീരീസിന്റെയും ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ സൈന പ്ലേ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 3 മലയാളം കണ്ടന്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഈ വരുന്ന ആഴ്ച നവംബർ 22 തീയതിയോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യും. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത V3 വിന്ധ്യ വിക്ടിംഗ് വെർഡിക്റ്റ് എന്ന വരലക്ഷ്മി ശരത് കുമാർ നായികയാകുന്ന ക്രൈം ത്രില്ലർ തമിഴ് സിനിമ ആസ്ട്രോ OTTയിലൂടെ മലേഷ്യയിൽ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ സുനൈന നായികയാകുന്ന റോക്കറ്റ് ഡ്രൈവർ എന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ തമിഴ് ഫാന്റസി കോമഡി ഡ്രാമ സിനിമ ഇന്ന് സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഐ ഹെയ്റ്റ് ലവ് എന്ന റൊമാന്റിക് വില്ലേജ് ഡ്രാമ തെലുങ്ക് സിനിമ നവംബർ 21 തീയതി ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് തിയേറ്ററിൽ അത്ര നല്ല അഭിപ്രായങ്ങൾ നേടാൻ സാധിക്കാതെ പോയ ബ്ലഡി ബഗർ, ബ്രദർ എന്നീ 2 സിനിമകളും ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിലവിൽ സിനിമയുടെ തമിഴ് HD പതിപ്പ് ഓവർസീസിലൂടെ എയ്ന്തുചാൻ സർവീസിലൂടെ റിലീസ് ചെയ്തതാണ്. ബ്ലഡി ബഗർ എന്ന സിനിമ നവംബർ അവസാനത്തോടു കൂടിയോ അതല്ലെങ്കിൽ ഡിസംബറിന്റെ ആദ്യ ആഴ്ചയിലോ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. ബ്രദർ എന്ന സിനിമ ഡിസംബറിന്റെ ആദ്യ ആഴ്ചയിൽ ZEE5 ആയിരിക്കും OTT റിലീസ് ചെയ്യുക. എ കാലി കാലി ആൻകേൻ എന്ന ക്രൈം റൊമാന്റിക് ത്രില്ലർ ഹിന്ദി സീരീസിന്റെ 2-ാമത്തെ സീസൺ വരുന്ന വെള്ളിയാഴ്ച നവംബർ 22 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും ഹിന്ദി സീരീസ് ആണ് തുക്രാ കെ മേര പ്യാർ എന്ന ഹോട്ട്സ്റ്റാറിന്റെ റൊമാന്റിക് ഡ്രാമ സീരീസ് നവംബർ 22 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ക്യാമ്പസ് ബീറ്റ്സ് എന്ന മ്യൂസിക്കൽ റൊമാന്റിക് ഡ്രാമ ഹിന്ദി സീരീസിന്റെ 4-ാമത്തെ സീസൺ നവംബർ 20 തീയതി ഹിന്ദി ഭാഷയിൽ ആമസോൺ MS പ്ലെയറിലൂടെ ഫ്രീ ആയിട്ട് OTT റിലീസ് ചെയ്യും. വാക്ക് ഗേൾസ് എന്ന മ്യൂസിക് ഡാൻസ് ഹിന്ദി സീരീസും നവംബർ 22 തീയതി ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹയ ബിബിയെ കിത്തെ ഫാസ് ഗയെ എന്ന കോമഡി ഹൊറർ പഞ്ചാബി സിനിമ ഇപ്പം ചൗപ്പൽ OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. രണ തക്ബട്ടി ഷോ എന്ന റിയാലിറ്റി തെലുങ്ക് സീരീസ് നവംബർ 23 തീയതി ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ക്രൂവൽ ഇന്റൻഷൻസ് എന്ന പുതിയ ഇംഗ്ലീഷ് ഡാർക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും നവംബർ 21 തീയതി ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. നേരത്തെ ഓവർസീസിൽ OTT റിലീസ് ചെയ്ത മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച ആലിയൻ റൊമുലസ് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ സിനിമ നവംബർ 21 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ത്യയിലടക്കം OTT റിലീസ് ചെയ്യും. ബോക്സ് ഓഫീസിൽ വലിയ വിജയമായ ഡ്യൂൺ എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ സിനിമയുടെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന ഡ്യൂൺ പ്രൊഫസി എന്ന പുതിയ സീരീസിന്റെ ആദ്യ എപ്പിസോഡ് ഇന്ന് ജിയോ സിനിമാസിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 5 എപ്പിസോഡ് ആഴ്ചകളിലായിട്ട് വരുന്നതാണ്. ബിഞ്ച് സ്കൈ HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടും കൂടെ സീരീസ് ലഭ്യമാക്കിയിട്ടുണ്ട്. നവോമി സ്കോട്ട്
ഫോർഡ് നായികയാകുന്ന $131 മില്യൺ മേലെ കളക്ഷൻ നേടിയ $28 മില്യൺ ബഡ്ജറ്റ് കണക്കാക്കുന്ന തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായ സ്മൈൽ 2 എന്ന ഹോളിവുഡ് സൈക്കോളജിക്കൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമ നാളെ രാവിലെ 9:30 ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ നവംബർ 19 ഓവർസീസിൽ OTT റിലീസ് ചെയ്യും. മറ്റ് ഡിജിറ്റൽ സർവീസുകളായ ആപ്പിൾ TV, ഗൂഗിൾ പ്ലേ, വുഡു പ്ലാറ്റ്ഫോമിലൂടെയും OTT റിലീസ് ചെയ്യുമെന്നും കൂടെ റിപ്പോർട്ടുണ്ട്. ദ മെറി ജെന്റിൽമൻ എന്ന ഇംഗ്ലീഷ് ക്രിസ്മസ് റൊമാന്റിക് ഡ്രാമ സിനിമ നവംബർ 20 ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. GT മാക്സ് എന്ന ഫ്രഞ്ച് ആക്ഷൻ അഡ്വഞ്ചർ ഹേസ്റ്റ് ക്രൈം ത്രില്ലർ സിനിമ നവംബർ 20 തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഇറ്റാലിയൻ ടീനേജ് ഡ്രാമ സീരീസ് ആണ് അഡോറേഷൻ. ഈ സീരീസും നവംബർ 20 തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും നവംബർ 20 തന്നെ ലഭ്യമാകും. എ മാൻ ഓൺ ദ ഇൻസൈഡ് എന്ന ഇംഗ്ലീഷ് കോമഡി ക്രൈം മിസ്റ്ററി സ്പൈ ത്രില്ലർ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 21 OTT റിലീസ് ചെയ്യും. 10 എപ്പിസോഡുള്ള ലാൻഡ്മാൻ എന്ന വെസ്റ്റേൺ ഡ്രാമ സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡ് ഇന്നു മുതൽ പാരമൗണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോന്നായിട്ട് വരുന്നതാണ്. നൈറ്റ് കോർട്ട് എന്ന ഹോളിവുഡ് കോമഡി സിറ്റ്കോം സീരീസിന്റെ 3ാമത്തെ സീസൺ നവംബർ 19 രാത്രിയോടെ പീകോക്കിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യും. ജിയോ സിനിമാസിലും കൂടെ സീരീസ് അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും.